ഭൂമിയെ എപ്പോഴും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. അവരോരോന്ന് പഠിക്കുക. ഭൂമിക്ക് വെളിയിലത് നമ്മുടെ ഭൂമിയെ അവരിങ്ങനെ ഉരുണ്ടിരിക്കുന്ന അവർക്ക് കാണാൻ പറ്റും. അതിനകത്ത് സുനിത വില്യംസ് ഉൾപ്പെടെ കുറേ ആൾക്കാരുണ്ട്. ആര് വിളിച്ചവരോട് അതല്ലേ പറഞ്ഞേ, സുനിത വില്യംസ് ഉൾപ്പെടെ ആൾക്കാരുണ്ട് അതിനകത്ത്. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ ചിറകൊക്കെ വിരിഞ്ഞ് ഒരു സാധനമാണ്. ഇങ്ങനെ നമ്മൾക്കിങ്ങനെ വട്ടത്തിലൊരു സാധനമായിട്ട് തോന്നുന്ന കണ്ടോ, നല്ല സ്പീഡിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇൻ്റർനാഷണൽ സ്പേസ് അതെല്ലാം കാണാം അവർക്കിപ്പം. നമ്മൾ ഈ ഭൂമി ഇങ്ങനെ നമ്മളെയൊക്കെ ദൂരത്തായിട്ടാണ് പൊട്ടുപോലെ ആയിരിക്കും കാണുന്നത്. അതൊക്കെ കാണാം. ഇവിടെ ഇപ്പം ഈ ഫുള്ള് വെട്ടാൻ തിളങ്ങി കിടക്കുന്ന അവർ കാണുന്നത്. നമ്മളിത് പൊട്ടുപോലെ കാണുന്ന അത്രയ്ക്ക് ദൂരത്തായത്. പിന്നെ ഇരുട്ടത്ത് ഭൂമി കാണുന്നത്, ഇരുട്ടത്ത് വെട്ടമൊക്കെ കാണാൻ പറ്റും. പകലായിരിക്കും വരുന്നത്. ചന്ദ്രനിൽ പോവാന്നോ? ഈ ഭൂമി എങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. അത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇതിനകത്ത് ആൾക്കാർ ചെന്ന് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുക. അതിനകത്ത് ഓരോ ഡ്യൂട്ടി സമയമുണ്ടല്ലോ, ഇത്ര നാളത്തേക്ക് ഇത്ര പേരെന്ന് പറഞ്ഞതിനകത്തുണ്ട്. ഞാനോർത്ത് കുറച്ചും കൂടെ താഴോട്ട് കാണാൻ പറ്റുമായിരിക്കും. മംഗളയാൻ പോയപ്പോൾ നമ്മൾ കണ്ടില്ലേ?